റിപ്പോർട്ട് ബ്രേക്കിംഗ്. ചോറ്റാനിക്കരയിലെ 16-കാരിയുടെ ആത്മഹത്യയിൽ പോലീസ് അന്വേഷണം അവസാനിപ്പിക്കുകയാണ്. കൊറിയൻ സുഹൃത്തിന്റെ മരണത്തിൽ മനംനൊന്താണ് ആത്മഹത്യയെന്നായിരുന്നു പെൺകുട്ടിയുടെ കുറിപ്പ്. എന്നാൽ പോലീസിന് കൊറിയൻ ബന്ധത്തിന്റെ തെളിവുകൾ കണ്ടെത്താനായില്ല. ആത്മഹത്യയുടെ കാരണത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. SS ശരൺ വിവരങ്ങളുമായി. ശരൺ, ഇപ്പോൾ എന്താണ് പോലീസ് ഈ അന്വേഷണം അവസാനിപ്പിക്കാൻ കാരണം? ഉത്തരം കിട്ടാതെ അന്വേഷണം അവസാനിപ്പിക്കുകയാണോ? സ്മൃതി, ഉത്തരം കിട്ടാതെ അന്വേഷണം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായും മാറുന്നത്. നേരത്തെ ഒരു കാലത്ത് വലിയ രീതിയിൽ തന്നെ ചർച്ചയായിരുന്ന വിഷയമാണ് ചോറ്റാനിക്കരയിലെ 16-കാരിയുടെ ആത്മഹത്യ. ജനുവരി 27-നാണ് പാറമടയിൽ ചാടി ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. അതിന് പിന്നാലെ പെൺകുട്ടിയുടെ ബാഗിൽ നിന്ന് ഒരു കുറിപ്പ് ലഭിച്ചിരുന്നു. അതിൽ പ്രധാനമായും പെൺകുട്ടി എഴുതിയിരുന്നത് തന്റെ കൊറിയൻ സുഹൃത്ത് കഴിഞ്ഞ ദിവസം മരിച്ചു, അതിലെ മനോവിഷമത്താലാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്നുള്ളതാണ്. അങ്ങനെ പോലീസ് കേസെടുത്ത് വിശദമായി തന്നെ അന്വേഷണം നടത്തുന്നു. തുടക്കത്തിൽ പെൺകുട്ടിയുടെ ഫോൺ പോലീസ് പരിശോധിച്ചിരുന്നതാണ്. പക്ഷേ അതിൽ നിന്ന് ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. അതിന് കാരണം ഇൻസ്റ്റാഗ്രാം ചാറ്റുകൾ അടക്കം ഡിലീറ്റ് ചെയ്ത നിലയിലാണ് ഉണ്ടായിരുന്നതെന്നുള്ളത്. പിന്നീട് ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക്, അതായത് ഫോറൻസിക് പരിശോധനയ്ക്കായി ഈ മൊബൈൽ ഫോൺ അയക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഫലവും കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഒരു നിർണായകമായിട്ടുള്ള ലീഡ് ഉണ്ടാക്കാവുന്ന ഒരു വിവരം പോലും ഇല്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ക്ലോഷർ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കോടതിയിൽ സമർപ്പിക്കുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അപ്പോഴും പ്രധാനപ്പെട്ട ചോദ്യം ഈ പെൺകുട്ടിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്താണെന്നുള്ളതാണ്. ആ ആത്മഹത്യയുടെ കാരണത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. ശരി, SS ശരണാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും പോലീസ് അന്വേഷണം അവസാനിപ്പിക്കുകയാണ്.